ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇത് ഇന്ന് എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള മയണൈസ് ആണ് കേട്ടോ. എഗ് മയണൈസ് ആണ്. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ കഴിക്കാറുള്ള ഒരു ഐറ്റമാണ്. ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെയൊക്കെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ എഗ് മയണൈസ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഈ ഒരു മയണൈസും കൂടി ചേർത്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു എഗ് മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാരെ, കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയേണ്ട കൂട്ടുകാർക്ക്, അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ എഗ് മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഇതാ 2 നാടൻ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും രണ്ടും കൂടി ഉള്ളത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതാ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വിനീഗർ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇതെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനൊന്ന് മിക്സിയിൽ കുറച്ച് എണ്ണയും ചേർത്തിട്ട് അടിച്ചെടുക്കാം. സ്റ്റെപ്പായിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം ഒന്ന് അടിച്ചെടുക്കുക, വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അടിച്ചെടുക്കുക. നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ജസ്റ്റ് ഫ്ലേവർ ഉണ്ടാവും. വെളിച്ചെണ്ണ അല്ലാതെ നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പം നമ്മുടെ കിടിലൻ മയണൈസ് ഇതവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള മയണൈസാണ് കേട്ടോ എഗ് മയണൈസ്. പിന്നെ ഇതിൽ നമുക്ക് മുട്ടൻ്റെ മഞ്ഞക്കരു ഇടുമ്പോൾ ആ ഒരു മുട്ടൻ്റെ മണമൊക്കെ ഒരുപാട് വരും. നമുക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ മഞ്ഞക്കരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണയാവുമ്പോൾ ആ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മണം വരുമ്പോൾ അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലുള്ള ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒന്ന് വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മണം ഉറപ്പായും വരും. ഇപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിന്നിവിടെ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കൂടുതൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്താ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള മയണൈസ് ഇവിടെ, തിക്ക് മയണൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുട്ടൻ്റെ വെള്ളക്കരു മാത്രം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുരുമുളക് വേണമെങ്കിൽ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. കാരണം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുരുമുളകൊന്നും അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ കുരുമുളകൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ടുള്ള മയണൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത് ആ ഒരു നേരം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കേടുവരും. അതുകൊണ്ട് അപ്പം ആ ഒരു ടൈമിൽ കഴിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യരുത്. എഗ് മയണൈസ് ആണ്, നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടൈപ്പിലുള്ള മയണൈസാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിപ്പോൾ അത്ര നല്ല ഐറ്റമൊന്നും അല്ല, കഴിക്കുന്നതൊന്നും അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.